ഹായ് നമസ്കാരം. ഈയിടെ കണ്ട മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നമ്മളൊരു സ്കാനിങ് ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ലാബിൽ ചെന്നു. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അപ്പം ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനെ കണ്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ബാഗ് നോക്കാവോ, ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കൂടെ ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എല്ലാവർക്കും തിരക്കല്ലേ മോനെ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതിനു മുന്നേ വേറൊരു സമയത്ത് വേറൊരു അവസരത്തിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛൻ, അത് കുറച്ച് നല്ല ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഭയങ്കര നല്ല ഇൻസേർട്ടൊക്കെ ചെയ്തിങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ അച്ഛനോട് അവർ പറയുന്നുണ്ട്, മൂത്രം ഒഴിക്കാനായിട്ട് നിറയുമ്പോൾ, ബ്ലാഡർ നിറയുമ്പോൾ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനത് എന്താ അവർ പറയുന്നത്, അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. ചെവിക്കും ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആളുടെ കൊച്ചുമകൻ എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളിക്കാരൻ പുറത്തിരിക്കോ വണ്ടിക്കകത്തിരിക്കോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. കൂടെ എന്തായാലും ആരും ഇല്ല. ഒരു വെള്ളക്കുപ്പിയൊക്കെ പിടിച്ച് ബാഗും പിടിച്ച് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഡോക്ടറെ അടുത്തേക്ക് ഓടിപ്പോവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെയും നമ്മുടെ അച്ഛനും അമ്മയും ഇതുപോലെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, ഓടിയിട്ടുണ്ടാവും, ഡോക്ടറെ അടുത്തേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് പ്രായമാവുമ്പോൾ ഇതുപോലെ അവർ നമുക്കൊരു ബാധ്യതയാവുന്നത്, അല്ലെങ്കിൽ മക്കൾ പേരൻസിനെ നോക്കാനുള്ള ഒരു സമയമില്ലായ്മ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് പറയുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ നോർമൽ സാധാരണ കുടുംബത്തിൽ, അല്ലെങ്കിൽ സാധാരണയിലും താഴെയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്ന വലിയ വലിയ ലക്ഷറി കാര്യങ്ങളോ, പണ്ടത്തെ കാലത്താണെങ്കിലും നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. കേക്കൊക്കെ നമ്മൾ മുറിക്കുന്നത് തന്നെ നമ്മുടെ 10-30 വയസ്സായതിന് ശേഷമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും, അത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മ ആയിക്കോട്ടെ നമ്മുടെ ആയിക്കോട്ടെ, പിറന്നാളോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് ഓർത്തിരുന്ന് ആഘോഷിച്ച് കഴിഞ്ഞാൽ അവർക്കത് വലിയ സന്തോഷമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എതിർക്കുമായിരിക്കും, എന്തിനാണ് ഇതൊക്കെ ആഘോഷമാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം കാണും. അപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അച്ഛൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ 75ാം പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊന്നും അച്ഛൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മനസ്സിൽ. കാരണം ഞങ്ങൾ വെക്കേഷന് നാട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ മോൻ്റെ അടുത്താണ് അച്ഛൻ ആദ്യമായിട്ട് പറയുന്നത്, ജൂലൈ 12 ബർത്ത്ഡേ, അപ്പം അച്ഛൻ്റെ 75ാം പിറന്നാളാണ്, ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരാം, നമുക്ക് അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ. അപ്പം കേട്ടപ്പോൾ തന്നെ നമുക്കൊരു ചെറിയ അത്ഭുതം തോന്നി കേട്ടോ. കാരണം അങ്ങനെ ഒരു ആഗ്രഹം അവൻ്റെ അടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും അവൻ ഞങ്ങളുടെ അടുത്ത് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ. അങ്ങനെ നമ്മളിവിടെ അവർ വന്നു തലേ ദിവസം തന്നെ. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു, ആഘോഷിച്ചു. വലിയ രീതിയിലൊന്നുമല്ല, ഒരു ചെറിയ സാധാ കേക്ക് വാങ്ങിച്ചു. എങ്കിലും അത് കുട്ടികൾക്കും ഓർമ്മയാണ്, നല്ല ഓർമ്മയാണ്, അവർക്കും മനസ്സിനൊരു സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. എൻ്റെ അമ്മ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ അതെ 61ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആദ്യമായിട്ട് ജീവിതത്തിൽ അന്നാണ് കേക്ക് കട്ട് ചെയ്തത്. ഇത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചെറിയ ചെറിയ വലിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ. അവർ കൂടെ ഉള്ളപ്പോഴാണ് നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ട്. അപ്പം ഇനിയൊരാഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലൊന്ന് കയറ്റണം എന്നുള്ളതാണ്. അതും എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുടെയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു മെമ്മറി കൂടിയായിരിക്കും ഈ ഒരു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ. അപ്പം നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ.